ചെമ്മീൻ ചമ്മന്തിപ്പൊടി. അതിലേക്ക് വേണ്ടത് ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ. ഇത് വളരെ ചെറുതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇത് ഒരുപാട് ഉണങ്ങിയിട്ടില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. തിരുമ്മിയ തേങ്ങ, ഉണക്കമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മല്ലി, കറിവേപ്പില, ബ്രൗൺ ഷുഗർ, പുളി. ഇതിന്റെ കൂടെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർക്കും. അപ്പൊ ഇതില് നമുക്ക് ഇത് വറുത്തെടുക്കണം, ഇത് വറുത്തെടുക്കണം, ഇത് വറുത്തെടുക്കണം, ഇത് വറുത്തെടുക്കണം, ഇത് വറുത്തെടുക്കണം, ഇത് വറുത്തെടുക്കണം, ഇതും വറുത്തെടുക്കണം. വറക്കണ്ടാത്തത് ബ്രൗൺ ഷുഗർ ഉണ്ട്, പുളിയുണ്ട്. അപ്പൊ ഇത് വറക്കാനായിട്ട് ഇത് നമ്മൾ ചെറുതായിട്ട് എരിയും, ഇതും ചെറുതായിട്ട് എരിയും. മുഴുവനായിട്ടിട്ട് വേണമെങ്കിൽ വറക്കാം, പക്ഷെ ചെറിയ ചൂടിലിട്ട് നല്ലോണം വറുത്തെടുക്കണം. നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടണമെങ്കിൽ ഇത് നല്ലോണം കുറച്ച് ചെറുതാക്കി അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഇട്ടാല് വറക്കുന്നത് ശരിയാവൂല. അപ്പൊ ഇത് മാത്രമായിട്ടൊന്ന് വറുത്തെടുക്കും, ഇത് മാത്രമായിട്ട് വറുത്തെടുക്കും. ഇത് വറക്കുമ്പോഴത്തേക്കും മല്ലി കൂടെ ഇടും. എന്നിട്ടൊരു പകുതി ആകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കൂടെ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കും. ഇത് ഒരുപാട് ബ്രൗൺ ആകണ്ട, അതിൻ്റെ ആ വെള്ളത്തിന്റെ അംശം ശരിക്കൊന്ന് പോയി ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്തണം. അപ്പം അത് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇട്ട് വേണം വറക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും വേറെ വേറെ വറക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം കൂടി ഇട്ടാൽ അതിന്റെ വറ ശരിയാവില്ല. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ അരിയണേന്ന് നോക്കാം. എങ്ങനെയാണ് അരിയണത് എന്ന് കാണിച്ചു തരാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അരിയുന്ന കാണിച്ചു തരാമെന്ന്. കാണിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അരിയുമ്പോഴത്തേക്കും നിങ്ങൾ പറയും ചെറിയ ഉള്ളി അരിയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല അരിയേണ്ടത്, ഇങ്ങനെയാണ് അരിയേണ്ടത് എന്നങ്ങനെ കമന്റ് ഇട്ടാൽ പിന്നെ ഞാൻ അതിന് റിപ്ലൈ ചെയ്യണം, ഒരുപാട് ടൈമല്ലേ. അപ്പോൾ അതിനേക്കാളും അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും കാണിച്ചാൽ പോരെ. അപ്പം ഇങ്ങനെയാണ് ഞാൻ അരിയണത്, ഇത്രയും ചെറുതായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നും വറുത്തെടുക്കാം. ചമ്മന്തിക്ക് വേണ്ട സംഗതികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മൾ മുളക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹീറ്റ് മീഡിയം ഹൈയിൽ ഇട്ടിട്ടാണ്, ഒരുപാട് ചൂടാവരുത്. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളെങ്ങനെ അറിയണേ, മിക്കവാറും തുമ്മാൻ തുടങ്ങും. അതിൻ്റെ പുറം നിറം മാറി വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. അപ്പോൾ അത് മതി. ഈ ചെമ്മീൻ ഇതെല്ലാം ഡ്രൈ ഫ്രൈ ആണ്, എണ്ണയൊന്നും വിടുന്നില്ല. ഇത് വളരെ കുറച്ച് വേണം വയ്ക്കാനായിട്ട്, തീയ് ഇല്ലെങ്കിൽ പങ്ങിപ്പോവും. ഇത് ചെമ്മീനല്ലല്ലോ, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പൊടിയുന്നുണ്ട്, അപ്പം മതി. ഇപ്പം നമ്മൾ എടുക്കുവാണ്. നല്ലോണം വെന്തിട്ടുണ്ട്, വറുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രോസൺ തേങ്ങയാണ്. ഫ്രഷ് ആണെങ്കിൽ അത്രയും കൂടി ടേസ്റ്റ് കൂടും. ഇവിടെ നമ്മൾ മല്ലി ഇടുന്നു. ഒന്ന് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇടാം. 13 ഡിഗ്രി ഉള്ള പുറത്ത്, ഇച്ചിരി തണുപ്പാ. ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില. നമ്മളെന്താ ഇതിന് കറിവേപ്പില എന്ന് പറയുന്നത്, വേപ്പില എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? മതിയോ? പോരാ. എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലേ? വേറെ ഒരു തരം വേപ്പിലും കൂടിയുണ്ട്. എന്ത് വേപ്പില? ആര്യവേപ്പില. അതെങ്ങാനും എടുത്തിട്ടാല് കഴിച്ചിട്ട് കഴിക്കില്ല. അതുകൊണ്ട് കറിവേപ്പില തന്നെ വേണം. ഇത് വറുത്ത് അതിന്റെ വെള്ളത്തിന്റെ അംശം മുഴുവനും പോകണം. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ പൊടിയൂല, ചതഞ്ഞു വന്നിട്ട് ചമ്മന്തിയാകും. ചമ്മന്തി പൊടിയാവൂല. തേങ്ങ വറക്കുമ്പോഴത്തേക്കും അധികം ചൂടിൽ ചെയ്യരുത്, പെട്ടെന്ന് വാങ്ങിപ്പോവും. തേങ്ങ ഒരുമാതിരി ചുമന്ന് വരുന്നുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയും ഇവിടെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറിയിട്ട് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതും ചെമ്മീനും മുളകും ബാക്കിയുള്ള ചേരുവകളും കൂടെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പൊടിക്കാം. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങയും ഉള്ളി, വെളുത്തുള്ളി, മല്ലി, കറിവേപ്പില നല്ലോണം ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട്. മുളക് ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട്. ചെമ്മീനും വറുത്ത് ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്താൽ നല്ല സൂപ്പർ ചമ്മന്തിപ്പൊടി കിട്ടും. അപ്പം ഇനി പൊടിച്ചിട്ട് കാണാം. തേങ്ങ വറുത്തൊക്കെ ആറിയിട്ടുണ്ട്. നമ്മൾ ഇനി ഒന്ന് പൊടിക്കാൻ പോവാണ്. എല്ലാം കൂടെ ഇതിനകത്തിട്ടിട്ടുണ്ട്. മുളകുണ്ട്, ചെമ്മീനുണ്ട്, ശർക്കരയുണ്ട്, പുളി.
ഇത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിക്കണ്ട. പൊടിക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഉപ്പും കൂടെ ഇട്ടാണ് പൊടിച്ചത്. ഇതാണ് നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എരിവുണ്ട് കേട്ടോ. അത്ര മുളകിട്ട് നല്ല എരിവുണ്ട്. ശർക്കര ഇട്ടുകൊണ്ട് ഒരു രേശ് ഒരു മധുരമുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്. എല്ലാത്തിലും ഉപരി ടേസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. വീണ്ടും വേറെ വീഡിയോസ് വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.